ഹായ് ഹലോ ഇന്നൊരു അടിപൊളി മീൻകറി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെക്കുക. മൺചട്ടി ഉണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ കൂടുതൽ നല്ലത്. അതിനുശേഷം 2 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിനുശേഷം പിന്നെ 1 ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുത്തിട്ട് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും ഒരു പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. പിന്നീട് നമുക്കൊരു കൈപ്പിടി ചെറുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും വഴറ്റിയെടുക്കുക കേട്ടോ. അങ്ങനെ ചെറുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നാൽ നമുക്കിതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. അതിനായിട്ടൊരു 2 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും പിന്നീട് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഞാനിതിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണില്ല. ഇനി നല്ല പോലെ ഒന്ന് പൊടികളുടെയൊക്കെ പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഒരു 2-3 മിനിറ്റ് നേരം നമ്മളിതുപോലെ നല്ല പോലെ ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 തക്കാളി വേവിച്ച് മിക്സിയിൽ അടിച്ചതാണ്, അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് തക്കാളിയും ഈ പൊടികളെല്ലാം പാടെ നല്ലപോലെ മിക്സ് ചെയ്യുക. വീണ്ടും ഒരു 2-3 മിനിറ്റ് നേരം തന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം വേണം പുളിവെള്ളം ചേർത്ത് കൊടുക്കാനായി. ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി നേരത്തെ തന്നെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പുളിവെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഈ ഒരു സമയം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം. ഇനി കറി ഒന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. നല്ലപോലെ തിളച്ചിട്ട് വേണം നമ്മൾ ഇതിലോട്ട് മീനിട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഇതിലോട്ട് മീനിട്ട് കൊടുക്കാൻ ഞാനിവിടെ 1/4 കിലോ നത്തളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കഴുകി ക്ലീൻ ചെയ്ത് വെച്ചതാണ്. അങ്ങനെ മീനിട്ട് കഴിഞ്ഞാൽ പിന്നെ അധിക നേരം നമ്മൾ ഇളക്കരുത് കേട്ടോ. ഈ മീൻ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് പിന്നെ അധിക നേരം ഇളക്കരുത്. ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കുക. അധികം വേവില്ലാത്ത മീനായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും കേട്ടോ. കറിക്ക് ഇനിയും കുറുക്കം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അതല്ല കറി ഇനിയും ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്ബൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ബൈ.